വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നിപ്പോൾ നമ്മൾ ക്യോട്ടോയിലേക്ക് പോകുന്ന ഓൺ ദ വേ ആണ്. നമ്മൾ ഈ വന്ന റൂട്ട് ഫുൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. ഓരോ സ്ഥലം കാണുമ്പോഴും നമ്മളിങ്ങനെ നിർത്തി ഫോട്ടോ എടുത്തൊക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും ലേറ്റായി. ഇപ്പം നമ്മൾ അറാഷിയാമ ബാംബു ഫോറസ്റ്റ്, അറാഷിയാമയാണ് തോന്നുന്നു പേര്, അവിടെയാണ് പോകുന്നത്. ഇറ്റ്സ് എ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഹിയർ. സോ ഫാർ ഐ ലൈക്ക് ക്യോട്ടോ. ഓൺ ദ വേ നമ്മൾ കണ്ടൊരു മസ്റ്റേർഡ് ഫാമാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, വാട്ട് എ വ്യൂ. അവിടെ ഹൻസു ഏതോ ഡോറേമോന്റെ ഡോറ് കണ്ടു എന്ന് പറയുന്നത്. ഹൻസു, വാട്ട് ഡു യു മീൻ ഡോറേമോൻസ് ഡോർ? ശരിക്കും ഇതാണ് ഹൻസ് പറഞ്ഞ ഡോറേമോന്റെ ഡോർ. ഡോറേമോന്റെ വയറുന്നാ വരുന്നത്. ആ വയറുന്ന് വന്നിട്ട് ആ ഡോറ് തുറന്ന് അവര് വേറെ സ്ഥലത്തൊക്കെ എത്തും. ഞാൻ കണ്ടിട്ടില്ല ഡോറേമോൺ, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ കാണാറുണ്ട് ഷിൻചാൻ ടെലികാസ്റ്റ് ചെയ്യാത്ത ടൈം. ഏതായാലും ഈ സ്ഥലം കൊള്ളാം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മണമുണ്ട് കേട്ടോ ഈ പൂവിന്. ഇതാണോ മസ്റ്റേർഡിന്റെ പൂവ്? ക്യോട്ടോയിലെ ഇത് കോളേജോ സ്കൂളോ എന്തോ ആണെന്ന് തോന്നുന്നു. സ്കൂളായിരിക്കില്ല, കോളേജായിരിക്കും. ഇവിടെ ഇങ്ങനെ നല്ല വെളിച്ചമായിട്ട് പെട്ടെന്നൊരു ഇരുണ്ട സ്ഥലം. ആ കാണുന്ന ഫസ്റ്റ് ഗ്രീൻ ഇസ് മാച്ച ഐസ്ക്രീം. തേർഡ് പിങ്ക് ഇസ് ചെറി ബ്ലോസം ഫ്ലേവേർഡ് ഐസ്ക്രീം. നടുക്ക് കാണുന്ന എ മിക്സ് ഓഫ് ബോത്ത്. ചെറി ബ്ലോസം ഐസ്ക്രീം എങ്ങനെ ഇരിക്കുമെന്നോ നോ ഐഡിയ. സോ ദാറ്റ്സ് ആർ ഹോട്ടൽ ഇൻ ക്യോട്ടോ. സോ ഇതാണ് നമ്മുടെ ക്യോട്ടോയിലെ ബെഡ്റൂം. ഗുഡ് ഇനഫ്. ഞാനിപ്പോൾ ആകെ സ്പേസ് ആണ് നോക്കുന്നത്. 2 പെട്ടി വെക്കാൻ സ്പേസ് ഉണ്ടോ? ഇവിടെ ഒരു പെട്ടി വെക്കാം, അവിടെ ഒരു പെട്ടി വെക്കാം. ഡൺ. ഓ, സെപ്പറേറ്റ് ബെഡാണല്ലേ. എനിക്കും ഹൻസൂനും ഒരു ബെഡിൽ കിടക്കുന്നതാണ് ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ഗിയോൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നമ്മൾ ഈ ജാപ്പനീസ് കൾച്ചറിൽ പെണ്ണുങ്ങൾ ഫേസിൽ വൈറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ലുക്ക് കണ്ടിട്ടില്ലേ? ആ വേഷത്തിൽ ഇവിടെ കൂടെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയാറുള്ളത്. പണ്ടത്തെ ഇവിടുത്തെ ഭയങ്കര ഒരു ഫേമസ് എൻ്റർടൈൻമെൻറ്റ് സ്ട്രീറ്റ് ആയിരുന്നു ഗിയോൺ. ഇപ്പോൾ അതൊരു ഫേമസ് ഷോപ്പിംഗ് സ്ട്രീറ്റോ അങ്ങനെ എന്തോ സ്ട്രീറ്റാണ്, നമുക്കറിയില്ല. അവിടെ എത്തുമ്പോൾ കാണാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ.
പെട്ടെന്ന് നമ്മൾ ക്യോട്ടോൻ്റെ ഒരു നല്ല സ്ട്രീറ്റിലെത്തി. ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ട്രീറ്റിൽ. ഞാനും അമ്മയും ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഓർഡർ ചെയ്തു. ആൻഡ് ഹൻസും ഒരു സ്ട്രോബെറി സോഡ. ദാറ്റ്സ് ദ സ്ട്രോബെറി സോഡ. മിക്സ് ചെയ്യണം ഒരിക്കലും. ഓക്കെ, ഞാൻ ഐസ്ക്രീം കോണിൽ കിട്ടുന്നതാണ് വിചാരിച്ചത്. കുഴപ്പമില്ല. താഴെ സ്ട്രോബെറി പീസ് ആണോ? അത് കൊള്ളാം. ഇത് മിൽക്ക് സ്ട്രോബെറി. ഞാനും അമ്മയും നേരത്തെ കഴിച്ച് പ്ലെയിൻ സ്ട്രോബെറി. അറിയാം, അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ ഉണ്ട് സ്ട്രോബെറിയുടെ. പക്ഷെ ഇത് കുറച്ചുകൂടെ സുഖമുണ്ട് കഴിക്കാൻ. അറിയാം. ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു പോപ്പുലർ സ്പോട്ട്. പക്ഷെ നല്ല ആളുണ്ട്, ആളേ ഉള്ളൂ. പിക്കിൾഡ് വെള്ളരിക്ക, എനിക്ക് അല്ലെങ്കിൽ തന്നെ വെള്ളരിക്ക ഇഷ്ടമല്ല. സോൾട്ട് പിക്കിൾഡ് ചെറി ബ്ലോസം, അത് കൊള്ളാം. ഇവരുടെയൊക്കെ ഫുഡ് വന്നു. സ്പെഗറ്റി ബൊളോണീസ്. ഹൻസു ഈസ് ഹാവിങ് ഫ്രൈഡ് ചിക്കൻ. എൻ്റെ വരുമ്പോൾ മിക്കവാറും ഇവരെല്ലാവരും കഴിച്ച് കഴിയും, അല്ലെങ്കിൽ തന്നെ ഞാനാണ് സ്ലോ. ഇന്നത്തെ ലഞ്ച് എനിക്ക് കുറച്ചൊരു ഡിസാസ്റ്ററായി പോയി. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് മുട്ട ബുൾസൈ വീട്ടിലുണ്ടാക്കുന്ന മാത്രമേ ഞാൻ കഴിക്കൂ. എനിക്ക് പുറത്ത് മുട്ട ബുൾസൈ ഇഷ്ടമല്ല. ആൻഡ് എനിക്ക് റൈസ് പച്ചയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ അല്ലെങ്കിൽ തന്നെ കറി ഇടത്തില്ല. ഇത് കറിക്കകത്ത് ഞാൻ ചോറിന് ഞാൻ നീന്തി കണ്ടുപിടിക്കണം. സോ ലഞ്ച് ഫ്ലോപ്പായിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഹൗസ് ദിസ് പെപ്സി തന്ന ബോട്ടിൽ, നമ്മുടെ ഡ്രിപ്പൊക്കെ ഇടുന്ന സാധനം പോലെ ഇല്ലേ. So this curry basically has a strong tomato flavor, which is not my thing. Me tomato ketchup ഇഷ്ടമാണ്, that too just with maybe sausage and french fries. അല്ലാതെ ഞാൻ ടൊമാറ്റോ സോസും യൂസ് ചെയ്യാറില്ല. ഓസിയൊക്കെ പണ്ട് നൂഡിൽസിൻ്റെ മേലിൽ കൂടെ ടൊമാറ്റോ സോസ് വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഇതിനൊരു 80% ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദി ഓൺലി ഫ്ലേവർ ഐ എം ഗെറ്റിംഗ്. വേറെ സ്ട്രോങ് ആയിട്ട് ഫ്ലേവർ ഇല്ല. ഇഫ് ദ റൈസ് വാസ് അറ്റ്ലീസ്റ്റ് ഡ്രൈ, I could have, taken കുറച്ച് ഗ്രേവി and had it with rice. പക്ഷേ ഇത് the entire rice is dipped in the curry. കാരണം ഞാൻ ഇത്ര കഴിക്കൂ. I barely had like 2 full spoons. വിശന്നിട്ട് എനിക്ക് തല കറങ്ങുന്നു. ഇവിടെയാണെങ്കിൽ വേറെ കടകളും ഇല്ല, ഐസ്ക്രീം മാത്രമുണ്ട്. വേറെ ഉണ്ട് മറ്റേ റോ ബീഫ്, ഓക്സ് ടങ്, അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഈ പാമ്പും കൂടെ ബാക്കി കാണാനുള്ളൂ. ഈൽ ഫ്രൈ ഉണ്ടായിരുന്നു. സോ ഈലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. ഹൻസുൻ്റെ ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ എനിക്ക് ദാനം ചെയ്തു. वीडियो है, पता है। अच्छा,
ഗൈസ്, ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. അമ്മയ്ക്കാണ് ആദ്യം എടുത്തു കൊടുത്തത്. അതിപ്പോൾ കുറച്ച് ഹിറ്റ് ആയിട്ടുണ്ട്, ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. കൊള്ളാം അല്ലേ? എന്തായാലും ഞാൻ അത് പറയാൻ വേണ്ടി ഇവിടെ 2 വാക്ക് എടുത്തത്. ഞാൻ ഇറങ്ങുക. ഹൻസ് ഓടിപ്പോയ്ക്കോ. ഹൻസിക എൻ്റെ ഫ്രെയിം. എൻ്റെ കൊതി തീർക്കാൻ ഞാനൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തി ഗൈസ്. ലെറ്റ്സ് ഗോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ട് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ ഓൺ ദ വേ ഹൻസു ഷിൻചാൻ്റെ ഒരു ഫ്ലോറ് കണ്ടു. ആൻഡ് വി കെയിം ഡൗൺ ദർ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഷിൻചാൻ പ്രോഡക്ട്സ്. എനിക്ക് പണ്ട് ഹൻസു ഷിൻചാൻ കാണുമ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്കെന്തോ ആ ടൈപ്പ് കാർട്ടൂൺ ഇഷ്ടമല്ല. ഞാനൊക്കെ ചെറുതായപ്പോൾ ഞാൻ ചോട്ടാ ഭീം അതൊക്കെയായിരുന്നു കാണുന്നത്. പിന്നെ അതിന് മുന്നേ ഓസ്വോൾഡ്, പിന്നെ ഏതാ, ടോം ആൻഡ് ജെറി, കറേജ് ദ കവർലി ഡോഗ്, അതൊക്കെയായിരുന്നു. ഷിൻചാനൊന്നും എൻ്റെ ഒരു കാലഘട്ടമല്ല. ഈവൻ ദോ അന്നേ ഉണ്ട് ആ കാർട്ടൂൺ. പക്ഷേ ഇന്ത്യയിൽ കുറച്ച് ട്രെൻഡിങ് ആയത് അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ കുറച്ച് ട്രെൻഡിങ് ആയത് കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് ഹൻസു ആദ്യം കാണുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റിംഗ് കാർട്ടൂണായിട്ട് തോന്നുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കണ്ട് എനിക്ക് കാർട്ടൂൺ ഇപ്പോഴും വലിയൊരു ഇതില്ലെങ്കിലും എനിക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷിൻചാൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും പട്ടിയൊക്കെ, ഷിൻചാൻ്റെ ഫ്രണ്ട്സ് ക്യൂട്ടാണ്. നമ്മൾ ഓസിയുടെ വാവയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്താലോ എന്ന് നോക്കുന്നു. ബോയാണോ ഗേളാണോ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടൊരു യൂണിസെക്സ് പാറ്റേൺ എടുക്കാം. ഇവിടെ എല്ലാം യൂണിസെക്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ബോയ് ഗേളൊന്നും ഇല്ലാന്ന് തോന്നല്ലേ. സ്ട്രോബെറിയോ ക്ലൗഡ്സോ വല്ലതും എടുക്കണം. സോ ക്യോട്ടോയിലെ ഡേ 2 ഇസ് അല്ല ഡേ 1 അല്ലേ, 1.5, ബട്ട് ഫുൾ ഡേ ആയിട്ട് 1. ഡേ 1 ഇസ് ഓവർ. സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് വി വർ ലൈക്ക് ഓക്കെ, നമ്മൾ വന്ന സ്ഥലം അത്ര ശരിയല്ലല്ലോ, നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു വൈബില്ലാതൊക്കെ തോന്നിയെങ്കിലും വൺസ് വി വെൻറ്റ് ടുവേർഡ്സ് ആ ഒരു ടെമ്പിളൊക്കെ ഉള്ള ആ ഒരു ഏരിയ എത്തിയപ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ്. ഒത്തിരി കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ടായിരുന്നു. ടെമ്പിൾ ഏരിയ വാസ് സോ ബ്യൂട്ടിഫുൾ. സോ ക്യോട്ടോ ഫസ്റ്റ് ഡേ വാസ് ഓൾസോ എ സക്സസ്. നാളെ ഇനി എന്താണ് പ്ലാൻ? നാളെയാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം, ടീ സെറമണി എന്ന് പറഞ്ഞ് വെയർ വിൽ ബി വെയറിങ് ദ കിമോണോ. ആൻഡ് അവിടെ അവർ നമുക്ക് ഹെയർ ഒക്കെ ചെയ്ത് തരും. വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദോസ് ജാപ്പനീസ് ലേഡീസ്. പക്ഷെ മറ്റേ ഗേഷ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല, വൈറ്റ് പെയിന്റ് പോലത്തെ അത്രയും അല്ല, നമ്മുടെ മേക്കപ്പിൽ തന്നെ. ബട്ട് ഹെയർ ആൻഡ് ഡ്രസ് ആൻഡ് ഐ തിങ്ക് മേ ബി ആക്സസറീസ് ഓൾസോ ദേ മൈറ്റ് ഗിവ്. ആൻഡ് അവിടെ ഈ ജാപ്പനീസ് ട്രഡീഷണൽ ലുക്കുള്ളൊരു വീട് പോലത്തെ സ്ഥലത്ത് നമ്മൾ പോയി ചായയൊക്കെ കുടിച്ച് മാച്ച ടീയാണ് തരുന്നത്. മാച്ച ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഫുഡിയായ അമ്മൂന് പോലും മാച്ച കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ പേടിയുള്ള ആളാണ്. ബിക്കോസ് ദാറ്റ്സ് ഗ്രീൻ ടീ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, ഭയങ്കര ഒരു കയ്പാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചായ തരും. ഡിസ്റെസ്പെക്ട്ഫുൾ ആയിപ്പോന്ന് അറിഞ്ഞുകൂടാ അത് കുടിച്ചില്ലെങ്കിൽ. ബട്ട് വിൽ ഹാവ് ടു സീ. എന്തായാലും അമ്മൊക്കെ കൂട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഇപ്പോൾ ഞാനും ഹൻസുമാണ് ഇങ്ങനത്തെ ഫുഡ് കാറ്റഗറീസ് ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും കുറച്ച് സ്ട്രെസ് ഉണ്ട് അത് കുടിക്കാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ നമുക്ക് എന്ത് തരം ഡ്രസ്സൊക്കെ കിട്ടുന്ന അറിയില്ല. അവിടെ എത്ര കളേഴ്സ് ഉണ്ട്, നമ്മളെല്ലാം തമ്മിൽ അടിയാവുമെന്ന് അറിയില്ല, ആർക്ക് നല്ല കളർ വേണം എന്നൊക്കെ ഉള്ളതിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സീ യു ഓൾ ടുമോറോ ഇൻ ദ കിമോണോ. ബൈ. It's amazing. It's amazing. It's amazing. そういう方に乗っていただいて私はとても光栄です。そういう方にご乗車いただいて私はとても光栄です。I am truly honored to have such a person on board. Oh yeah. Ahana. Ahana. Yeah.
ദിസ് പ്ലേസ് ഇസ് കോൾഡ് ഫിലോസഫേഴ്സ് പാത്ത്. ഇതും അത്യാവശ്യം ഒരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്നു, ബിക്കോസ് ഐ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരാൾ തകർത്ത് വരുന്നുണ്ട്, തകർത്ത് സ്പീഡ് വരുന്നുണ്ട്. ഇപ്പം അവിടെ എത്തും. ലൈക്ക് ആൾ പതുക്കെയൊന്നും അല്ല, എവിടെ പോവാൻ ധൃതി ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കരം ആ കാല് നോക്കുന്നു, തള്ളി 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 തള്ളി. ഓടറ്റിന്റെ ഒരു കട്ടില്ലേ? ഞാൻ ഇത്രയും പിങ്ക് പൂക്കളുടെ ഇടയിൽ വേറൊരു പൂവിന് സ്പോട്ട് ചെയ്തു. ആരും സ്പോട്ട് ചെയ്തില്ല. അതെന്ത് പൂ? ഒരു കള്ളപ്പൂ, ഒരു പാവ. അയ്യോ, ആരോ മറ്റേ വഴി തെറ്റി ഇവിടെ പറിക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ നിൽക്കട്ടെ, വേണ്ടല്ലേ പാവം. വേണ്ട, ഒരിക്കലും പറിക്കരുത്. ഇവിടെ ഇങ്ങനെ ചവറ് പോലെ തറയിൽ കിടക്കുന്ന മൊത്തവും ഈ ചെറി ബ്ലോസത്തിന്റെ പെറ്റൽസ് ആണ്. എന്താ അല്ലേ? ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സ് കാണിച്ചു തരാം. വാനില അല്ല, വാനില ആൻഡ് മാച്ച, സക്കുറ മോച്ചി ടേസ്റ്റ്, അതായത് ചെറി ബ്ലോസത്തിൻ്റെയും മോച്ചിയുടെയും കൂടി ടേസ്റ്റ് മിക്സ്, സോഡ ഫ്ലേവർ ഐസ്ക്രീം, ചോക്ലേറ്റ് മിൻറ്റ്, കുക്കീസ് ആൻഡ് വാനില, ബ്ലൂബെറി യോഗർട്ട് ഫ്ലേവർ, വൈറ്റ് പീച്ച്, ബ്ലാക്ക് സെസമേ, അയ്യോ, മാംഗോ, വാനില ആൻഡ് സ്ട്രോബെറി, വാനില ആൻഡ് ചോക്ലേറ്റ്, ഗ്രേപ്പ് ചോക്ലേറ്റ്. Kyoto's history, pictures of Kyoto's history. I look forward to working with you. My name is Shiroshimi. Nice to meet you. Shiroshimi, nice to meet you. Proud moment. Oh, it's amazing. I'm Parveen Singh. Ishan. Cute. And so Arashiyama bamboo forest. ആക്ച്വലി ഇവിടുത്തെ എല്ലാ ഡ്രൈവേഴ്സും നല്ല സ്വീറ്റ് ആൻഡ് ഫ്രണ്ട്ലി അല്ലായിരുന്നു. അങ്ങനെ ഓടിപ്പടച്ച് നമ്മൾ നമ്മുടെ ടീ സെറമണി ഏരിയയിലെത്തി ഗൈസ്. എല്ലാവരും ലൈറ്റ് ഷെയ്ഡ്സ് ആണ് എടുത്തത്. ഞാനൊരു ചേഞ്ചിൽ ഡാർക്ക് എടുത്തു. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ ലൈക്ക് ഇറ്റ്, ബട്ട് ലൈക്ക് ഐ എം ട്രസ്റ്റിംഗ് ദ പ്രോസസ്. ഇവിടെ എല്ലാവരും ലൈറ്റാണ്. ഇതാണ് മാച്ചാപ്പൊടി. അരിഗത്തോ ഗുസായിമാസ്.
When you eat sweet first, sweetness left in your mouth enhances flavor of tea. So normally we eat all before drinking a tea. But if it's too much, you can leave it or you can eat it during drinking a tea. Please be careful, tea bowl is very hot. നമ്മൾ 4 പേരങ്ങ് ഇറങ്ങി നടക്കുവാണ്. സിന്ദൂരിട്ട കിമോണോയിലെ ആദ്യത്തെ ആള് സിന്ധു തന്നെയാണ്. ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരേ ധൈര്യം. സോക്സും ചപ്പലും. ഞാൻ നേരത്തെ ഇട്ട ചെരുപ്പ് ആരോ അടിച്ചിട്ടുണ്ട്. അതിലൊരാൾ ഞാനാ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ മിക്കവാറും വീഴും, എനിക്ക് പറ്റുന്നില്ല. Kawaii. Kawaii. മാച്ച ഇങ്ങനെ ഉണ്ടായിരുന്നു. മാച്ച. ഞാൻ ചായ മാത്രമേ കുടിക്കൂ, അതാണ് സംഭവം. ഓൾസോ ടീ അതിനോ, പക്ഷെ അത് സോറി ഗൈസ്, പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് മാച്ചയും മറ്റേ റെഡ് ബീനിന്റെ സംതിങ്, അതിന്റെ പേര് അവരെ പറഞ്ഞൊരു ഫേമസ് ഒരു മോച്ചിയൊക്കെ പോലെ ഒരു ഫേമസ് ആയിട്ട് സംഭവം സംതിങ്, അതിന്റെ പേര് ഞാൻ പറഞ്ഞിട്ട് പറയാം. അതും ബട്ട് ഐ തിങ്ക് മാച്ച ഒത്തിരി പേരുടെ ടേസ്റ്റ് ബഡ്സിന്, ഇന്ത്യൻസിന്റെ ടേസ്റ്റ് ബഡ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിറ്റർ. അല്ല, എനിക്കൊരു റോ ഫിഷിന്റെ ഒരു സ്മെല്ല് തോന്നിയല്ലേ കുറച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയതാണ്. എനിക്ക് അതിൻ്റെ വെളിയിൽ കിടക്കുമായിരുന്നു. ഈ മാച്ച ഐസ്ക്രീം ഒക്കെ ചിലപ്പോൾ മേ ബി ബെറ്റർ ആയിരിക്കും, ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഈ ഡ്രസ് ഇട്ട് കാണിക്കാൻ വിളിച്ചതാ. മനസ്സിലായി. അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ മാറി. That was a very nice experience, no Hansu? Yes. And I like the dressing room. കാരണം നമ്മൾ ഡ്രസ്സിങ് റൂമിനുള്ള വ്യൂ. ബാക്കിൽ വരെ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഊരിയത് മടക്കുവാണ്. അമ്മ, how was the experience? It was really fun. ഞാനൊരു ജോക്കറെ പോലെ ഇരുന്നെങ്കിൽ അതൊക്കെ പോട്ടെ, മാച്ച ടീ ഇഷ്ടപ്പെട്ടു? മാച്ച ടീ സത്യം പറഞ്ഞ അല്ല, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം ഞാൻ ദാഹിച്ചിരിക്കുമായിരുന്നു. എനിക്കൊരു മീനാറ്റം പോലെ തോന്നിയില്ല. നാട്ടിൽ തോന്നിയില്ല. ഞാൻ കുടിച്ചു. ഫുൾ കുടിക്കും. ആ ചെക്കനിങ്ങനെ അതിങ്ങനെ ആസ്വദിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ആ കഴിക്കാനുള്ളതും കഴിച്ചു. ഞാനും ഒന്നുമില്ല, വിശക്കാൻ ദാഹിക്കൊക്കെ എന്ത് കിട്ടിയാലും കഴിക്കും, കുടിക്കും. എനിക്ക് പക്ഷേ ഫോർ മീ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ നോൺ വെജ് മീറ്റ് അല്ല, ഫിഷ് ഫ്ലേവേർഡ് ടീ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്ല, അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഫുൾ കാണിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പോയി കാശ് കൊടുത്ത് വാങ്ങി കുടിക്കത്തൊന്നുമില്ല. ആരെങ്കിലും ഫ്രീ ആയിട്ട് തന്നാൽ ഐ ഡോണ്ട് മൈൻഡ് ഡ്രിങ്കിങ്. അത്രേ ഉള്ളൂ. And how was the costume experience? കോസ്റ്റ്യൂം എക്സ്പീരിയൻസ് വാസ് നൈസ്. എൻ്റെയൊക്കെ എക്സൽ സൈസിനാണെങ്കിൽ അധികം ചോയ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് പല സൈസ് ഉണ്ടായിരുന്നില്ലേ? ഞാൻ നല്ല ഭംഗിയുള്ള നോക്കിപ്പോയപ്പോൾ അത് അയ്യോ മാഡം അതല്ല അപ്പുറത്ത് ഇരിപ്പോട്ടെന്ന് പറഞ്ഞു. മറ്റേ എക്സലിൻ്റെ ഞാൻ എക്സലിൽ പോയപ്പോൾ അതാണ്, ഞാൻ അതല്ല മറ്റേതാണെന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ എന്നെ എൻ്റെ അടുത്ത സംബന്ധിച്ച് അത് സൈസ് ഡിഫറെന്റ് അല്ലേ? ഒന്നും അത്ര ഭംഗിയൊന്നുമില്ല, എല്ലാം ഒരുമാതിരിയായിരുന്നു. അതുകൊണ്ട് എൻ്റെത് കുഴപ്പമില്ല. You look cute, you look like fruit ninja. നിങ്ങളുടെ മൂന്നുപേരെ കാണാൻ നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ഇവിടെ. സോ നമ്മുടെ ഈ സെറമണി നടന്ന ഏരിയ ഇസ് നിഷിക്കി മാർക്കറ്റ്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാനേ പറ്റിയില്ല. വി വർ
late and in a hurry, so if we are gonna spend some time over there. ഇത് റിയലാ, ഇത് മീൻ മുട്ടയാണെന്ന് തോന്നുന്നു. മൈ ഗോഡ്, ഇതൊക്കെ റിയലാ ഹൻസു. യെസ്. സോ ഇത് ബേസിക്കലി നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ സ്ട്രീറ്റ് ഫുഡ് ടൈപ്പ് ഒത്തിരി ഫുഡുള്ളൊരു സ്ട്രീറ്റാണ്. ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈവൻ ദോ ഞാൻ നോർമലി കഴിക്കുന്ന തരം കുറേ ഫുഡുണ്ട്, ലൈക്ക് പ്രോൺ ടെമ്പൂറ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര ഒരു സ്വീറ്റ്സ് പേഴ്സണാണ്. ഞാനൊരു സേവറി പേഴ്സണേ അല്ല. എന്നാൽ ഹൻസും ഒക്കെ സേവറി പേഴ്സൺ. എനിക്ക് സ്വീറ്റിൻ്റെ എന്ത് സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ട്രഡീഷണൽ സ്വീറ്റ്സ് അത് മോച്ചി അതൊന്നും അല്ല. സ്ട്രോബെറി വെച്ചിട്ട് സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഇടുന്ന സാധനം, ഐസ്ക്രീം, കേക്ക്, അങ്ങനത്തെ ഐറ്റംസ് ആണ് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ. ഇവിടെ ഏത് സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഒക്കെ കടാണ്ട് ഞാൻ ഇങ്ങനെ നോക്കും. പക്ഷെ എനിക്ക് കുറേ പ്രോൺ ടെമ്പൂറ കാണാം, എന്തൊക്കെയോ കുറേ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ എനിക്ക് അതിനോടൊന്നും ഒരു കൊതി തോന്നുന്നില്ല, എനിക്കിങ്ങനെ കണ്ടുപോവാം. എന്നാൽ സ്വീറ്റാണ് അത്ര കഴിച്ചുകൂടാത്തത്. എനിക്ക് ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വയറും ഫേസിലും കുറച്ച് ഫാറ്റ് വരും. പക്ഷേ ഐ എം എ കംപ്ലീറ്റ്ലി സ്വീറ്റ് പേഴ്സൺ. ഐ എം അഡിക്റ്റഡ് ടു സ്വീറ്റ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തും. ട്രിപ്സൊക്കെ പോകുമ്പോൾ ഞാൻ മാക്സിമം കഴിക്കും, കാരണം ഇനി വരത്തില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ തേടി നടക്കും എനിക്ക് കഴിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ എന്ന്. ഫൈനലി എനിക്ക് അട്രാക്ഷൻ തോന്നുന്ന എന്തെങ്കിലും കണ്ടു. എനിക്കിത് വേണം. ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചതാ. നമ്മൾ അന്നൊരു സ്ഥലത്ത് നിന്ന് കഴിച്ച വാസ് വെരി ടേസ്റ്റി. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാണാൻ. ട്രൈ ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ആയിരുന്നു നല്ലത്, കുഴപ്പമില്ല. ഇതിൻ്റെ ഷുഗർ സിറപ്പ് ഭയങ്കര ഹാർഡ്. മേ ബി ഇതാക്കിയിട്ട് കുറേ നേരമായി കാണുമായിരുന്നു. ഐ തിങ്ക് ഈ കട്ടയായിട്ടിരിക്കുന്ന ഭാഗം കണ്ടോ, അത് ആണ് പ്രശ്നം. തിൻ ഭാഗം ഇസ് നൈസ്. ഓക്കെ. കുറേ നല്ല സോക്സ് കണ്ടൊരു കട കണ്ടു. നമ്മളെല്ലാവരും കുറേ സോക്സ് മേടിച്ചു. നമ്മളിതാണ് എടുക്കാൻ പോകുന്നത്. 130 yen കോയിൻസ് ആണ് ഇവിടെ. 100ൻ്റെ കോയിനും 3 10ൻ്റെ കോയിനും. നമ്മൾ എക്സ്ട്രാ പൈസയാണ് ഇടുന്നതെങ്കിൽ ചേഞ്ച് ഇതാ ഇവിടെ വരും. ആണോ? സ്ട്രോബെറി കേക്ക് കട കണ്ടു, പറ്റിയില്ല, വാങ്ങാതിരിക്കാൻ പറ്റിയില്ല. സോ വാങ്ങുവാണ്. പിന്നെ we are buying this. സോ നമ്മളൊരു കേക്ക് ടേക്ക് അവേ ആയിട്ട് വാങ്ങിച്ചായിരുന്നല്ലോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടെക്നോളജിയാണ്. കേക്ക് അവർ റാപ്പ് ചെയ്ത് തന്നു സൈഡിലല്ലാതെ. അത് തണുത്തിരിക്കാൻ അവരിങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ദിസ് ഇസ് എൻ ഐസ് ക്യൂബ്. ഇപ്പം അത് കുറച്ച് വെള്ളം പോലെയായി. പക്ഷേ ദിസ് വാസ് അല്ല, ഐസ് ക്യൂബ് അല്ല, ഐസാണ്. ഇപ്പം അത് കുറച്ച് വെള്ളം പോലെ. പക്ഷേ ദിസ് വാസ് ടു കീപ് ദ കേക്ക് കൂൾ ഫോർ എ ലോങ് ടൈം. അതൊരു സൂപ്പർ ടെക്നോളജി അല്ലേ. എന്തായാലും ഐ ലവ്ഡ് ഇറ്റ്. കേക്ക് ടൈം. എന്താ, കേക്ക് വേണോ? വെയിറ്റ്.
ഇഷ്ടപ്പെട്ടോ? Arigatou gozaimasu. ഓക്കെ ആണ് നമ്മൾ ഒസാക്കയിൽ പോവാ. ആൻഡ് വെർ പാക്കിംഗ്. ഏറ്റവും വലിയ ടാസ്ക്കാണിത്. ഗോഡ്. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ക്യോട്ടോയിലെ ഹോട്ടലിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10 മണിക്ക് ഡ്രൈവർ വിൽ കം ആൻഡ് വിൽ ബി ഗോയിങ് ടു ഒസാക്ക. ഒസാക്കയിൽ പോകുന്ന വേ തന്നെയാണ് നാര ഡിയർ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നത്. കുറേ ഡിയേഴ്സൊക്കെ ഉള്ളൊരു പ്ലേസാണ്. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുഡേ. ഇന്ന് നമ്മൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഇന്ന് സ്പെസിഫിക്കലി ഇത്രയും നാളെ നമ്മൾ ഡെയിലി വാക്കിംഗ് അല്ലേ, അപ്പോൾ വി വോണ്ടഡ് എ ഫുൾ ബോഡി മസാജ്. അപ്പോൾ ഒസാക്കയിൽ നമ്മൾ നോക്കി ഒരു സ്ഥലം ബുക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഫുൾ അവരുടെ ലാംഗ്വേജ് ആണ് ഭയങ്കര കൺഫ്യൂസിങ്. അത് ബുക്ക് ആയോ ഇല്ലെന്ന് അറിയില്ല, ഇന്ന് അറിയും. അങ്ങനെയാണെങ്കിൽ ഒസാക്ക എത്തിയിട്ട് ഫസ്റ്റ് വിൽ ബി ഗോയിങ് ഫോർ ദാറ്റ്. സോ നമ്മളിപ്പോൾ വന്നേക്കുന്നത് നാര ഡിയർ പാർക്കിലാണ്. ഡിയറായിട്ട് മാച്ച് ആവാനാണ് ഞാനൊരു ബ്രൗൺ കാർഡിഗൻ ഇട്ടത്. സോ ഇവിടെ ഡിയേഴ്സ് ഫുൾ ഓപ്പൺ ആയിട്ടാണ് നടക്കുന്നത്. ഞാൻ ഒരു വീഡിയോസ് ഞാൻ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെന്തോ ഫുഡ് കൊടുക്കുമ്പോൾ ഡിയർ അവർ നോക്കി ഇങ്ങനെ ചെയ്യും. അപ്പം നമുക്കൊരു എയിമുണ്ടത്, ഏതെങ്കിലും ഡിയർ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്താൽ വീഡിയോ എടുക്കണം. ഇറ്റ്സ് വെരി ക്യൂട്ട്. ഏതൊരു കൊച്ചു കുട്ടിയെ ഡിയർ വെച്ച് ചവിട്ടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചവിട്ടില്ലായിരിക്കും. ഡിയർ പാർക്ക് കാഷ്വലായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുപോലെ കുറേ മാനുകളുണ്ട്. ആൾക്കാർക്ക് ഫീഡ് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ആൾക്കാരൊക്കെ കുറച്ച് അധികം കാഷ്വലായിട്ട് മാനിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അമ്മു നമ്മൾ മറക്കട്ടെ, നമുക്ക് പട്ടീനെയും പൂച്ചേനെയൊക്കെ പേടിയാണ്. അതേ ഒരു മൂടാണെന്ന് തോന്നുന്നു ഇവരും. അയ്യോ അമ്മു അടുത്ത കുറച്ച് വലുതാണേ. നല്ല സ്മെല്ലുണ്ട്, കാരണം ഇത് ഓപ്പണായിട്ട് നടക്കുന്നതുകൊണ്ട്. ഇവരിങ്ങനെ ബാത്റൂമൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സോ അയ്യോ എൻ്റെ ഫ്രണ്ടിലൊരു ഡിയർ. അവർ വീഡിയോ എടുക്കാം, നമുക്ക് നിങ്ങളൊരു കപ്പിളായല്ലേ പെട്ടെന്ന്. എങ്ങനെ ഇരിക്കുന്നു? വേറെ ഒരു ഫ്ലേവേഴ്സ് എനിക്ക് വേണ്ട. ഈ 2 ഏത് വാങ്ങണം എന്നാണ് ഞാൻ തിങ്കിങ്. Hi, 1 strawberry twist. 1 strawberry twist. Yeah. 500. Okay. Thank you. ഡിയറിന്റെ ഫുഡ് ഇവിടെ ഉണ്ടോ ചോദിക്കോ? ഇല്ലല്ലേ, ഇവിടെ ഇല്ല. ഇത് ഐസ്ക്രീം ഉണ്ട്. ചോറും ചിക്കനും. Thank you. Strawberry twist. Arigatou gozaimasu. അരിക്കത്തമ്മ ഗുസൈമാസ്. Strawberry twist. Thank you. ഈ സ്പോട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ പ്രിൻസസ് മൂവീസിലൊക്കെ കാണത്തില്ലേ, മെയിൻ പ്രിൻസസ് ഇങ്ങനെ സറൗണ്ടഡ് ബൈ ഡിയേഴ്സ് ആൻഡ് സ്ക്വിറൽസ്. ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഹൻസു ഒരു മാനിനെ കൊണ്ട് ഒന്ന് ബോ ചെയ്യിപ്പിക്കാൻ കുറേ നേരം ശ്രമിക്കുവാണ്. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. പാവം ഭക്ഷണം കഴിക്കുകയാണല്ലേ. ഹായ്, ഹലോ. ശല്യപ്പെടുത്തണ്ട. അത് കൊള്ളാം. കൊടുക്ക് കുഴപ്പമില്ല. അവര് മണപ്പിച്ചിട്ട് ആക്കിയിട്ട് വേണ്ടേ? നിങ്ങൾ ഏത് പച്ച ഇലയാണോ കൊടുത്തത്? എല്ലാ പഴുത്തതും കഴിച്ച്. ഇത് മറ്റേ ഡ്രൈ ആയ ഇലയാണ് കേട്ടോ. നോക്ക്, എല്ലാം ദുരന്തമായി പോയല്ലേ. ഭയങ്കര ദുരന്തം.
അത്രയാണ്. കണ്ടോ ഇത് കഴിക്കൂല. ഇല്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോണം. നീ കഴിച്ചിട്ട് പോയാൽ മതി. ഇതാ നോക്ക്. മറ്റേനോട് പാവം ഇത്. പാവം. ബാക്കിൽ അമ്മയുടെ ബാക്കിൽ താങ്ക് യു. റിജക്ഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാക്ക്. ടുഡേസ് ലഞ്ച്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് നാര എന്നാണ്. നമ്മൾ ഒസാക്കയിലേക്ക് പോകുന്ന വഴി ഡിയർ പാർക്ക് കാണാൻ വേണ്ടി നിർത്തിയ സ്ഥലം. ഒസാക്കയിൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ നല്ല ചൂടുണ്ട് ആക്ച്വലി. പക്ഷേ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 30 ഒക്കെ പോലെ. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ നല്ല രീതിക്കൊന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഭാഗ്യത്തിന് ഇങ്ങനെ ബട്ടൺ ഊരിയിടാൻ പറ്റുന്ന ടൈപ്പായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അമ്മയും അമ്മയോടെങ്കിൽ ഫുൾ ഹൈനെക്ക്, ഭയങ്കര ചൂട്. അപ്പോൾ നമ്മളിനി നമ്മുടെ കാറിൽ കയറി വിൽ ബി ഹെഡിങ് ടു ഒസാക്ക. ഒസാക്കയിലെത്തിയ ഉടനെ ഇന്നലെ പറഞ്ഞ ആ ഒരു ഇന്നലെയാണോ എന്നാണോ ഒരു ബോഡി മസാജിൻ്റെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒസാക്കയിൽ പോയി പെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ മസാജിന് പോകും. ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. എൻ്റെ കാലൊക്കെ നടന്ന് ഒരു പരുവമായി. ഇന്ന് നമ്മുടെ ഡ്രൈവർ ഒരു ചേച്ചിയാണ്. ഷീ ഈസ് വെരി സ്ട്രോങ്. നമ്മുടെ എല്ലാ വലിയ പെട്ടി എടുത്ത് കയറ്റിയായിരുന്നു. സോ ഷാൽ വി ചെക്ക് ഔട്ട് അവർ റൂം? പ്ലീസ് ഓപ്പൺ. ഹായ്. This is our room in Osaka. Let's have a look at the view. It's just okay. There's a Turumba Vidicha building down. That's fine. ബാക്കി ഫുൾ സ്പേസ് ലഗേജ് ഒക്കെ ചെയ്തു. Luggage number 1 and the biggest one. Second and the most prettiest one. ഫൈൻ ഫൈൻ. ഒരെണ്ണം വാഷ് ബേസിൻ്റെ അടിയിലാണ് ഒളിച്ചിരിക്കുന്നത്, വേറെ ഒരെണ്ണം ഇവിടെ കഷ്ടിച്ച് കയറി. സോ ഈ റൂമിൽ വി ഹാവ് ദ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് സെപ്പറേറ്റ് ആൻഡ് വി ഹാവ് എൻ എൻറ്റയർ ഏരിയ ഫോർ ദ വാഷ് ബേസിൻ, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ. നമുക്ക് ബാത്റൂം നോക്കാം. ടബ് സെപ്പറേറ്റ്, കുളിക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ്. ആൻഡ് ലെറ്റ്സ് ഹാവ് ലുക്ക് അറ്റ് ദ toilet now. And that's the toilet. So if I had to rate our rooms, first prize Kanazawa Elensu. Yeah, of course. First prize Kanazawa, second prize Kyoto, third prize Osaka, and last prize Tokyo. Ellam cute ആയിരുന്നു, but the space was too less in Tokyo. പെട്ടിയൊക്കെ എങ്ങനെ വെച്ചു നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ തല ഇറങ്ങുന്നു. സോ നമ്മൾ സ്പായ്ക്ക് പോവുകയാണ് ഫൈനലി. ഐ എം സോ എക്സൈറ്റഡ്. നമ്മൾ 2 hours ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഒന്നും ക്ലിയർ അല്ല, അവിടെ പോയാലേ അറിയാൻ പറ്റും. ലുക്കിംഗ് ഫോർവേഡ്. അത് ശരി. അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും ടാറ്റു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ മനസ്സിലൊക്കെ. സോ ഇതാണ് ഇവിടെ ഇടാൻ തരുന്ന ഉടുപ്പ്. ഓൾ റെഡി ഫോർ ദ മസാജ്. ഞാനും മനസ്സും ഫുൾ ബോഡി മസാജാണ്.
ചെയ്ത് കഴിഞ്ഞിട്ട് ഐ വിൽ ലെറ്റ് യു ഗൈസ് നോ ഹൗ ഇറ്റ് വാസ്. ബൈ. ടുഡേയ്സ് ഡിന്നർ ആഫ്റ്റർ our best experience. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുന്നേ ഇന്നലത്തെ ഒരു കാര്യം പറയാം. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഐ തിങ്ക് ജപ്പാനിൽ പൊതുവെ മസാജ് അത്ര ഒരു കിടിലം ആയിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ ഇന്നലെ പോയെടുത്ത മസാജ് വാസ് pathetic to be honest. കാരണം നമ്മൾ പോയിട്ടുള്ള മലേഷ്യയിലേക്ക് ഒരു റോഡ് സൈഡിലെ ചെറിയ മസാജിങ് അങ്ങനത്തെ സ്ഥലത്ത് പോയാൽ പറയാൻ പറ്റത്തില്ല. മേ ബി നമ്മൾ മലേഷ്യയിൽ ഒരു ചെറിയ സ്ഥലത്ത് കയറി എന്റെ ദൈവമേ എന്ത് കിടിലം മസാജ് ആയിരുന്നു. ഈവൻ ബാലിയിലതൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ വെരി നൈസ്. കാരണം ഇന്നലെ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ആൻഡ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എനിക്ക് റിലാക്സേഷൻ്റെ കാര്യം. ആൻഡ് എക്സ്ട്രീംലി കോസ്റ്റ്ലി, ലൈക്ക് വെരി ബാഡ് എക്സ്പീരിയൻസ് ഇന്നലത്തെ ആ ഒരു മസാജ്. ഞാൻ എന്താ എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. വ്ളോഗ് കാണുന്നവർക്ക് അറിയാം. അത് എന്റെ മാത്രം പ്ലാൻ ആയിരുന്നില്ല, എൻ്റെ അമ്മൂൻ്റെ പ്ലാൻ ആയിരുന്നു. സോ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് ഏറ്റവും വേണ്ട ഒരു ഭാഗം മസാജ്, എനിക്ക് ഏറ്റവും വേണ്ടത് എൻ്റെ ഫീറ്റിലായിരുന്നു. ആൻഡ് ദേ ഡിഡ്ന്റ് ഈവൻ ടച്ച് ദെയർ. ആൻഡ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റില്ല, ബിക്കോസ് അവർക്ക് ലാംഗ്വേജ് തീരെ അറിയില്ല. അപ്പോൾ ഇന്നലത്തെ ആ എക്സ്പീരിയൻസ് വാസ് ക്വൈറ്റ് ബാഡ്. പൊതുവേ കുറച്ച് മോശമാണെന്ന് അറിഞ്ഞോണ്ട്, പക്ഷെ നമ്മൾ പോയ സ്ഥലത്തുള്ള മസാജ് അതാ, ഇറ്റ് ഈസ് എ പോഷ് പ്ലേസ്. ദാറ്റ്സ് വാട്ട്. ഒരാൾക്ക് അറൗണ്ട് 9,000 സംതിങ് ആണ് ആയത്. സോ ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ് ഫോർ us. ബട്ട് നമ്മളത് മറക്കാമെന്ന് വിചാരിച്ചു. വേൾഡിലെ കൊക്കോറോണിയ Yeah. never would actually ask people to not go there. കാരണം ആർക്കും ഒന്നും അറിയില്ല അവിടെ. ആർക്കും ഒന്നും അറിയില്ല, മസാജിനെ കുറിച്ചൊരു ധാരണയില്ല. Absolutely clueless. അമ്മയൊക്കെ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് മസാജ്. അപ്പൊ എനിക്ക് അപ്പുറത്തുനിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അമ്മ അവരോട് പറയാ യു ഷുഡ് കം ടു ഇന്ത്യ ആൻഡ് ലേൺ ഹൗ ഗുഡ് ദ മസാജസ് ആർ. റിയലി എന്നെ കുട്ടായിരുന്നു അവരിങ്ങനെ വേദനിക്കുന്ന രീതിയിൽ. ഹൻസു അവരോട് പറഞ്ഞു കാണിച്ചു. ദിസ് ഇസ് ഹൗ മസാജ് സപ്പോസ്ഡ്. ഇറ്റ്സ് വെരി ബാഡ്. അതെന്നല്ല മറക്കാൻ തന്നെ ഒരുപാട് ഞാൻ മറന്നിട്ടില്ല, ശ്രമിക്കുവാണ്. എനിവേസ് അതവിടെ പോട്ടെ. നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത് ഹൻസ്? ഹലോ കിറ്റി ഷിൻകാൻസെൻ. ഹലോ കിറ്റിയുടെ ട്രെയിനിൽ കയറാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹൻസ് ഒരു ക്യൂട്ട് ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. സീറ്റ്സ് ഒക്കെ ഹലോ കിറ്റി ആണല്ലേ എന്ന് പ്രതീക്ഷിക്കാം. കാർ എന്ന് പറഞ്ഞ ഇവിടുത്തെ കോച്ച്. കോച്ച് 1 is car 1, കോച്ച് 2 is car 2. അപ്പൊ എന്തായാലും ട്രെയിൻ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. So this is my today's outfit. So ഒരു കൺഫ്യൂഷൻ. നമ്മൾ ഹലോ കിറ്റി ട്രെയിനാണ് ബുക്ക് ചെയ്തത്, പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന വേറെ ഏതൊരു ആനിമേ തീം ട്രെയിനാണ്. അവർ ചോദിക്കുവാണ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. കാരണം കൊഡാമ 849 തന്നെയാണ് ഈ ട്രെയിനിൻ്റെ പേര്, അതാണ് ഹലോ കിറ്റി ട്രെയിനിൻ്റെ പേര്. സോ ഇത് കൺഫ്യൂസ്. പാവ ഹൻസ് എന്നെ ഡ്രസ്സ് ചെയ്താൽ വന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ പോലത്തെ ഒരു കളറായിട്ട് ട്രെയിൻ. സോ ഹലോ കിറ്റി ട്രെയിൻ ഇല്ലായിരുന്നു. ഇറ്റ് സീംസ് ഏതോ ഓൾട്ടർനേറ്റ് ഡേയ്സ് പോലെ എന്തോ ആണ് ഇവിടെ. ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ല എക്സാക്ട്ലി, ബട്ട് സം ഡേയ്സ് ഇതിപ്പോൾ ഇത് വൺ പീസ് എന്നൊക്കെ പറഞ്ഞൊരു ആനിമയാണ്. ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് ഇറ്റ്. അതിൻ്റെ ട്രെയിനാണ് വന്നത്. സം ഡേയ്സ് ഈ ട്രെയിൻ വരും, സം ഡേയ്സ് ഹലോ കിറ്റി ട്രെയിനാണ്. ഇത് നമ്മുടെ ബാഡ് ലക്ക് കാരണം ഇതാണ് വന്നത്. ഇന്നലെ തൊട്ടൊരു അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാടെത്തി. ആക്ച്വലി നമുക്ക് ഈ നാട്ടിൽ വരണം എന്ന് വലിയ പ്ലാൻ ഇല്ലായിരുന്നു. ഹലോ കിറ്റി ട്രെയിനിൽ കയറി വരണം എന്നായിരുന്നു ആഗ്രഹം. അത് നടന്നില്ല. ഇനിയിപ്പോൾ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം. ഇത് ഏത് നാടാണെന്ന് പോലും അറിയില്ല, ഇവിടെ എന്താ ഉള്ളതെന്നും അറിയില്ല. ഇന്നലെ നമ്മൾ നിന്ന സ്ഥലത്ത് വലിയ തണുപ്പില്ലായിരുന്നു. അമ്മൂ ഹൻസൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് സാധാ ഉടുപ്പാണ് ഇപ്പോൾ. ഞാനൊരു സേഫ്റ്റിക്ക് അകത്തെ തേർമൽസ് കിട്ടും. കാരണം എനിക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് തേർമൽസ് ഒക്കെ ഇട്ട് തന്നെ വന്നത്. ചൂട് വേണമെങ്കിൽ സഹിക്കാം, കുഴപ്പമില്ല, വിയർക്കത്തല്ലേ വിളിച്ചു. തണുപ്പ് പെട്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സെറ്റിൽഡാണ്. ഇതായിരുന്നു നമ്മൾ ആക്ച്വലി വരേണ്ട ട്രെയിൻ, പക്ഷേ നമ്മളെ ചതിച്ചു. ഇന്നത്തെ ലഞ്ച് ലൊക്കേഷൻ
ഇന്ന് ഞാൻ പിന്നെ അധികം ഒന്നും എടുത്തില്ല ബിക്കോസ് വി ആർ മോസ്റ്റ്ലി ഷോപ്പിംഗ് ആൻഡ് ട്രാവലിംഗ്. സോ ഇന്നിപ്പോൾ ഞാൻ ഇന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ജപ്പാനിൽ. നാളെ വി ഗെറ്റ് 1 whole day ആൻഡ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് വി ആർ ലീവിങ്. 14 ദിവസം ഉണ്ടായിരുന്നേ, ഓർ 15 days. It went by so quickly. സോ ഇത് നമ്മൾ ഇന്ന് പോയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചൊരു സെറ്റ് ഓഫ് സ്ട്രോബെറിയാണ്. ഈ ഏരിയ ഇവിടുത്തെ ഒരു ഭയങ്കര ഹാപ്പനിങ് സ്പോട്ടാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടെ 8:30 ആകുമ്പോൾ എല്ലാവരും അടച്ചു പോകുന്നതായി. ഇവിടെ ഇപ്പോഴും ഇത്രയും ആളുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മുടെ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേ അറ്റ് ജപ്പാനാണ്. നാളെ ഉണ്ട്, ബട്ട് നാളെ വി ആർ ഗോയിങ് ബാക്ക്. ഇന്നായപ്പോൾ പെട്ടെന്നൊരു വിഷമം, അയ്യോ തീരാറായല്ലോ, എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നൊരു ഡൗട്ട്. ഇന്നിപ്പോൾ ഞാനും മനസ്സും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറക്കം എണീറ്റതും. അമ്മയും രാവിലെ ഒരു സ്ഥലം വരെ പോയി, ബിക്കോസ് നാളെ രാവിലെ എണീക്കണം. അവർക്ക് രാവിലെ എണീക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടക്കുന്നത് ലേറ്റായിട്ട് എന്നും എണീക്കുന്ന രാവിലെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് എണീറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് കുറച്ച് പെൻഡിങ് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുവാണ്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? സ്ട്രോബെറി. ഓക്കെ ഗൈസ്, സീ യു, ബൈ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് തായ് റെസ്റ്റോറൻറ്റ്. എല്ലാ ഭാഷയും മനസ്സിലായി. തായ് ഫുഡ് ആക്ച്വലി ഒന്നുകൂടെ കഴിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു ഇത് എന്നുള്ളത്. ഫൺ ഫാക്ട്, തായ്ലൻഡിൽ പോയിട്ട് ഞാൻ ഈ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. മലേഷ്യയിൽ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ട്രൈ ചെയ്തത്. യദുവീടിന് കഴിച്ചു. സോ ഇനി ഐ എം ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ് തായ്ലൻഡ് ടു ഈറ്റ് അവരുടെ ഈ ഫുഡ്. ലവ്ഡ് ഇറ്റ്. കഴിക്കുന്ന ഫുഡിൻ്റെ പേരെന്താണ്? അടുത്തത് നമ്മൾ ഒനിറ്റ്സുക്ക ടൈഗറിലാണ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ബ്രാൻഡിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ വരുന്നതിനും ഇവിടെ വരുന്നവരെ. ജപ്പാനിൽ അത് ഭയങ്കര പോപ്പുലറാണ്. ഇവിടെ കുറച്ച് റേറ്റിംഗ് കുറവാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല ആളുമുണ്ട്, കാണിച്ചു തരാം. സോ ഇത്രയും ഫേമസ് ആണെങ്കിലും എനിക്കിപ്പോഴും ഈ ബേക്കറിയുടെ പേരറിയില്ല, കാരണം ജാപ്പനീസിലാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നാൽ നമ്മളിൽ ഒരാൾക്ക് ക്യൂ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അമ്മുവാണ് നിൽക്കുന്നത്. ആൻഡ് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്, അല്ലെങ്കിൽ 2 hours പ്രയർ ഉണ്ടാക്കിയ കേക്ക്. 2 hours പ്രയർ ഉണ്ടാക്കിയതിന് ഒരാൾ പോലും ക്യൂയിലില്ല. ബിക്കോസ് ഐ തിങ്ക് ഇവിടെ വരെ വന്നിട്ട് അത് ആ ചൂടോടെ കഴിച്ചാലേ ആ ടേസ്റ്റ് കിട്ടും. എനിക്ക് ചീസ് കേക്ക് അത്ര ഇഷ്ടം പോലും അല്ല. ആൻഡ് ഇതിലൊരു മുട്ടയുടെ ചുവയുണ്ടെന്നൊക്കെ ആർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും മിസ് ചെയ്യണ്ടെന്ന്, അമ്മൂനും മുട്ടയുടെ ചുവാന്ന് കേട്ടപ്പോൾ ഒന്ന് മൂടി പോയി. ബട്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ വരെ വന്നിട്ട് ടേസ്റ്റിംഗിലും ചെയ്തില്ല എന്ന് വിചാരിക്കണ്ടല്ലോ. സോ ഞാനിപ്പോൾ ഇവിടെ വെറുതെ നിന്നപ്പോൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റോറിൻ്റെ പേര് ഇറ്റ്സ് കോൾഡ് അങ്കിൾ റുക്കൂറോസ് സ്റ്റോർ. സോറി, അങ്കിൾ റുക്കൂറോ അല്ല, അങ്കിൾ റിക്കൂറോസ്. RIKURO'S, അങ്കിൾ റിക്കൂറോസ് സ്റ്റോർ. അങ്ങനെ കേക്കും കൊണ്ട് അമ്മു എത്തി. ഇനിയിപ്പോൾ വേഗം കഴിക്കണം, അതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ. മുട്ടയുടെ മണം വരുന്നുണ്ടോ? അമ്മു ഓൾറെഡി കഴിച്ചിട്ട് പറഞ്ഞു മുട്ടയുടെ ചുവയുണ്ടെന്ന്. എനിക്കിപ്പം മുട്ടയാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത് തന്നെ. എന്നാലും കഴിച്ച് നോക്കാം.
അങ്ങനെ കഴിക്കില്ലേ ഷാനി, ടോപ്പ് ക്രസ്റ്റ് ലെയർ ഒക്കെ എടുത്ത് കഴിക്കേ. നല്ലതല്ല, ഇറ്റ് ഈസ് നൈസ്. ഒരു ടോപ്പ് ക്രസ്റ്റ് ലെയറോട് കൂടി നല്ലപോലെ എടുത്ത് കഴിക്കേ. ആക്ച്വലി കൊള്ളാം കേട്ടോ. മുട്ടയുടെ ഫ്ലേവർ ഒരു പൊടി കുറവാണെങ്കിൽ സൂപ്പർ ആയിരുന്നു. മധുരമൊക്കെ വളരെ കൺട്രോൾഡ് ആൻഡ് ആ ടെക്സ്ചറും കൊള്ളാം. എനിക്ക് പൊതുവെ ചീസ് കേക്ക് ഇഷ്ടമല്ല, ബിക്കോസ് ഐ ഗെറ്റ് ദാറ്റ് ചീസിന്റെ. ഇതിൽ ചീസ് ഫ്ലേവർ ഇല്ല. ദിസ് ഇസ് നോട്ട് ലൈക്ക് ചീസ് കേക്ക്, ഇത് ആക്ച്വലി പാൻ കേക്ക് പോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ആക്ച്വലി കൊള്ളാമല്ലേ സംഭവം. ആ ക്രസ്റ്റ് നല്ല ടേസ്റ്റാണ്. അവിടെ ഡൈസോ എന്ന് പറഞ്ഞൊരു കടയിൽ വന്നു. ഇവിടെ എല്ലാം ഭയങ്കര വില കുറവാണ്. നല്ല പാത്രങ്ങളൊക്കെ എല്ലാം 150 രൂപയ്ക്കുള്ളിലാണ്. സ്പൂൺ ഫോർക്കൊക്കെ 50 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. സൂപ്പർ ഡീൽ. 63 കിലോ ഉള്ളൊരു ട്യൂണ ഫിഷ്. ഇന്നലെ ഡിന്നറിന് അമ്മയും അമ്മൂമ്മ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഇന്നും അവിടെ തന്നെ വന്നു. എനിക്ക് കൊറിയൻ ഫുഡിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ല. ഞാൻ വന്നു, എന്തൊക്കെയോ പറഞ്ഞു. ഫുഡ് ഇപ്പോൾ എത്തും. വെയിറ്റ്. നല്ല റെസ്റ്റോറൻറ്റ്, പക്ഷെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. ലാസ്റ്റ് ഡേ ഇൻ ജപ്പാൻ ആയതുകൊണ്ട് നമ്മളൊരു ബോട്ട് റൈഡിന് വന്നാലോ എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം നോന്നപ്പോൾ കാരണം മഴയൊക്കെ ഉണ്ടല്ലോ, നനഞ്ഞിരിക്കും. പക്ഷെ ഇപ്പം മഴ പോയി. സോ വി വർ ലൈക്ക് ഓക്കെ ആൻഡ് വി ആർ ഓൺ ദ ബോട്ട് നൗ. Okay, and I have for everyone to find Lady Bosan. And when you wave your hands, please say it. Konbanwa. Konbanwa. Konbanwa is night greeting in Japanese. So please try like this. Konbanwa. Konbanwa. Ay, betul ya. Konbanwa. മൂൺ ഒരു രക്ഷയില്ല ഇന്ന്. Moon is beautiful. In Japanese say tsuki ga kirei desu ne. So we are back to our room and Japan trip is officially come to an end. ഞാൻ ഇങ്ങനെ അമ്മൂനോട് പറയായിരുന്നു, നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയ സമയത്ത് 14-15 days felt like forever. കുറേ നാളുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ പോയി. ആൻഡ് ലൈക്ക് വെൻ വി ആർ അബൌട്ട് ടു ലീവ് എനിക്ക് ഭയങ്കര വിഷമമാവുന്നു. കാരണം ഇത് ഭയങ്കര ദൂരമല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന്. അങ്ങനെ അപ്പോൾ എപ്പോഴും നമ്മൾ എന്തായാലും വരത്തില്ല. ഇനി മേ ബി ഒരിക്കലോ വരുമായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് ഒക്കെ ആണെങ്കിലും വീണ്ടും നമുക്ക് പോകാൻ കുറച്ചുകൂടെ അടുത്താണല്ലോ. ഇതിപ്പോൾ നല്ല ദൂരമാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ജപ്പാൻ ട്രിപ്പ്. സോ ലൈക്ക് ഇനി വരും ബിക്കോസ് ഐ ലവ് ദ പ്ലേസ്. ബട്ട് ഇനി വെൻ അത് ആലോചിക്കുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ വാസ് ഏബിൾ ടു കം ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. സോ ഇപ്പം ടൈം 10 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു. നാളെ 5:30-5:45 മാക്സിമം വരെ ഉറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എണീക്കണം. ആൻഡ് വി ഹാവ് എ ലോങ് ഡേ അഹെഡ്. നാളെ ഫുൾ ട്രാവലാണ്. നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ ഞാൻ വെയിറ്റ് ചെയ്യണം. ബട്ട് യാ, അപ്പോൾ നാളെ ജസ്റ്റ് ഒന്ന് കുറച്ച് സ്നിപ്പെറ്റ്സും കൂടെ കാണിച്ചിട്ട് ഐ വിൽ ബി എൻഡിങ് മൈ ജപ്പാൻ വ്ളോഗ്.
See you guys tomorrow morning. So that's it. We have come to our last day in Japan. പാക്കൊക്കെ ചെയ്തു. പെട്ടി അടയ്ക്കാനൊക്കെ നല്ല പാടുപെട്ടു. ഇനി എയർപോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും വെയിറ്റ് സീനൊക്കെ ആകുമോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും എങ്ങനെയോ സക്സസ്ഫുള്ളി പെട്ടി അടയ്ക്കാൻ പറ്റി. മനസ്സിൻ്റെ ഒരു ചെറിയ പെട്ടി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ ഇനി ഒരു ലോങ് ഡേ ആണ്. സിംഗപ്പൂർ വഴിയാണ് പോകുന്നത്. ഓക്കെ, സീ യു, ബൈ. അങ്ങനെ നമ്മൾ ഫൈനലി ഫ്ലൈറ്റിനകത്ത് കയറി. നമ്മുടെ ലഗേജിനൊക്കെ കുറച്ച് സീനുണ്ടായിരുന്നു. കാരണം ഒരു പെട്ടിക്ക് മാക്സിമം വേ ചെയ്യാൻ പറ്റുന്നത് 32. പക്ഷേ എയർലൈൻസ് അലൗ ചെയ്യുന്നത് എത്ര 25 എന്തുകൊണ്ട് 25-30 എന്തുകൊണ്ട്. പക്ഷേ അത് നമുക്ക് പൈസ കൊടുത്തിട്ട് കുറച്ച് കൂടി പോയി പൈസ കൊടുക്കും. പക്ഷേ ഒരു പൈസ കൊടുത്താലും ഒരു സൂട്ട് കേസിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഒരു സൂട്ട് കേസിന് അലൗ ചെയ്യുന്നത് 32. നമ്മുടെ എല്ലാവരുടെയും 35+ ആയിരുന്നു. അങ്ങനെ വി ഹാഡ് ടു ബൈ എ ന്യൂ പെട്ടി, റീപാക്കറ്റ്, അങ്ങനെ കുറേ മെസ്സായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ബിഫോർ ടൈം ആയിരുന്നു. സോ വി ഗോട്ട് ഇനഫ് ടൈം ആൻഡ് വി ഡിഡ്ന്റ് ടേക്ക് ദ ഫ്ലൈറ്റ് നൗ. Now going to Singapore. അവിടെ നിന്നാണ് ട്രിവാൻഡ്രം. അങ്ങനെ ഫൈനലി ജപ്പാനിൽ നമ്മളൊക്കെ ട്രിവാൻഡ്രം എത്തി ഗൈസ്. എത്തിയിട്ട് ആക്ച്വലി 2 days ആയി. പക്ഷേ ഞാനിപ്പോൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് ലാസ്റ്റ് 2 days ഭയങ്കര ബിസി ആയിപ്പോയി. സോ അബൌട്ട് ജപ്പാൻ, ഐ ലവ്ഡ് ജപ്പാൻ. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ പീപ്പിൾ, നാടിൻ്റെ ഭംഗി, എവ്രിതിങ്. ആൻഡ് നമ്മൾ 4 സ്ഥലത്തേക്ക് പോയി. ടോക്കിയോ, കനസാവ, ക്യോട്ടോ, ഒസാക്ക. ഗെസ് വിച്ച് പ്ലേസ് വാസ് മൈ ഫേവറേറ്റ്? കനസാവ. ബിക്കോസ് കനസാവ ഇനീഷ്യലി വി ഓൾ തോട്ട് ഒരു ഭയങ്കര റൂറൽ സിറ്റിയാണ്, ഒന്നും കാണില്ല, ഒരു വില്ലേജ് പോലെ ആയിരിക്കും, കടയൊന്നും കാണില്ല, ഊബറൊന്നും കാണില്ല. പക്ഷെ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഹോട്ടൽസ്, നല്ല റെസ്റ്റോറൻറ്റ്സ്, നല്ല മോൾസ്, ഊബർ, എവറിത്തിങ്. ആൻഡ് അവിടുത്തെ ആൾക്കാരും എല്ലാം വളരെ നല്ലതായിരുന്നു. ആൻഡ് അവിടുത്തെ ഫുഡ് ആൻഡ് എവറിത്തിങ് അബൌട്ട് കനസാവ വാസ് ജസ്റ്റ് മാജിക്കൽ. അവിടെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഒരു മാജിക്കൽ ബ്യൂട്ടി ഓൾസോ തോന്നിയത് സ്ഥലങ്ങളുടെയൊക്കെ. Then I would say maybe Kyoto, because I think that's where we dressed up as geisha and all. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടോക്കിയോ ആൻഡ് ഒസാക്ക were kind of similar, but then I would give Tokyo 3rd position because obviously it's Tokyo. ഞാൻ ഒസാക്കയ്ക്ക് 4th place കൊടുക്കാം. എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ ഭംഗിയും രസവും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഇസ് മൈ ഓർഡർ ഓഫ് പ്രിഫറൻസ്. സോ ഇനി എനിക്ക് ജപ്പാനിൽ പോകുന്നെങ്കിൽ സ്ഥലം ഐ ഡോണ്ട് നോ, ബട്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി ഗോ ഡ്യൂറിങ് ഓട്ടം സീസൺ. ബിക്കോസ് ചെറി ബ്ലോസം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോ, അവിടെ സ്നോയൊക്കെ ഭയങ്കര ഭംഗിയാണ്. ബട്ട് ഓട്ടം സീസൺ ഓൾസോ അവിടെ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. അപ്പോൾ അതെനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നവർ നിങ്ങൾക്ക് സാഹചര്യമൊക്കെ ഒത്തു വന്നാൽ ഡു പ്ലാൻ എ ട്രിപ്പ് ടു ജപ്പാൻ. ബിക്കോസ് ഇറ്റ്സ് എൻ ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ കൺട്രി. ലൈഫിൽ വൺസ് എങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നാട് തന്നെയാണ്. സോ യാ, അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്ത് ഫ്രണ്ട്സിന് കൊടുക്കാനുണ്ട്. അത് ഞാൻ ഇതുവരെ കൊടുക്കണം. So, hope you all enjoyed this vlog of mine. See you all in my next video. Thank you so much for watching. Bye.